പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ഈ പരിസ്ഥിതി ദിനത്തിൽ ഒരു കഥ കേൾക്കൂ. പുതുജീവൻ. ആ ദിവസത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഇപ്പോഴും കാട്ടിലെ മൃഗങ്ങൾ ഞെട്ടിവിറയ്ക്കും. അപ്രതീക്ഷിതമായി വന്ന യന്ത്രങ്ങൾ നിമിഷ നേരം കൊണ്ട് ആ കാട്ടിലെ മരങ്ങളും ചെടികളും നശിപ്പിച്ചു. വൻമരങ്ങൾ മുറിച്ച് തടിക്കഷ്ണങ്ങൾ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയി. ഒരുമിച്ച് എതിർക്കാൻ ശ്രമിച്ചിട്ടും സാധിച്ചില്ല. ആയുധശേഷിയും സൂത്രവിദ്യയും സ്വന്തമായുള്ള മനുഷ്യരെ തോൽപ്പിക്കാൻ സാധിച്ചില്ല. തങ്ങളുടെ കാട് മരുഭൂമി പോലെയായ ദുഃഖസത്യം തിരിച്ചറിഞ്ഞ മൃഗങ്ങൾ പക്ഷേ തോറ്റു പിന്മാറാൻ തയ്യാറായില്ല. പരിസരത്ത് വീണുകിടക്കുന്ന വിത്തുകൾ ഓരോന്നായി പെറുക്കിയെടുത്ത് പരമാവധി സ്ഥലങ്ങളിൽ കുഴിച്ചിട്ടു. പുതുമഴയിൽ അവ മുളച്ചു പൊന്തി. യാതൊരു കേടുപാടുകളും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ച് സംരക്ഷിച്ചു. വനത്തിന് പുതുജീവൻ ലഭിച്ചു. ഇന്ന് നമ്മുടെ കാട് പഴയതിലും കരുത്തോടെ തഴച്ചു വളർന്നിരിക്കുന്നു. മനുഷ്യർക്കും വാഹനങ്ങൾക്കും എളുപ്പത്തിൽ കടന്നു വരാൻ പറ്റാത്ത രീതിയിൽ വഴികളെല്ലാം തിങ്ങി നിറഞ്ഞ മരങ്ങൾ കൊണ്ട് അടഞ്ഞു. മരങ്ങൾ തീർത്ത കോട്ടയ്ക്കുള്ളിൽ മൃഗങ്ങൾ സുരക്ഷിതരായി കഴിഞ്ഞു. എങ്കിലും മനുഷ്യർ വെറുതെ ഇരിക്കില്ലല്ലോ. ഒരു ദിവസം ഒരു ജീപ്പ് കാനന പാതയെ ലക്ഷ്യമാക്കി കുതിച്ചു വന്നു. പെട്ടെന്ന് അവയുടെ മുൻചക്രങ്ങൾ ഒരു കിടങ്ങിലേക്കെന്ന പോലെ പതിച്ചു. പിൻചക്രങ്ങൾ മുള്ളുകൊണ്ട് കേടുവന്നു. നിലം പറ്റി വളരുന്ന മുൾച്ചെടികൾ നിരനിരയായി നട്ടുപിടിപ്പിച്ച് അതിനടിയിൽ നീളത്തിലുള്ള ഒരു ചെറിയ കിടങ്ങും തീർത്ത് ബുദ്ധിമാന്മാരായ മൃഗങ്ങൾ മനുഷ്യരെ കാത്തിരിക്കുകയായിരുന്നു. ജീപ്പിൽ നിന്ന് താഴെ ഇറങ്ങിയ അവരെ സ്വീകരിച്ചത് മുൾച്ചെടികളായിരുന്നു. മുൾച്ചെടി കൊണ്ട് ദേഹം മുറിഞ്ഞു നിൽക്കുന്ന നേരത്ത് 4 വശത്തു നിന്നും മൃഗങ്ങൾ ചാടി വീണു. ധീരനായ കടുവ അവരോട് പറഞ്ഞു, നിങ്ങളുടെ സ്വഭാവമനുസരിച്ച് ഒരൊറ്റ എണ്ണത്തിനെ ബാക്കി വയ്ക്കാൻ പാടില്ലാത്തതാണ്. എങ്കിലും വെറുതെ വിടുന്നു. തിരിഞ്ഞു നോക്കാതെ ഓടിക്കോ എന്നു പറഞ്ഞ് കടുവ അലറി. ഭയവും നിരാശയും കൊണ്ട് വീർപ്പുമുട്ടിയ മനുഷ്യർ തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് കുതിച്ചു. അത് കണ്ട് മൃഗങ്ങൾ സന്തോഷത്തോടെ കൈയടിച്ചു.